നമസ്കാരം. ഇസ്രായേലിലേക്കുള്ള ഇറാന്റെ ആക്രമണത്തിന്റെ 33ാമത്തെ തരംഗം അത് ഇന്നലെ നടന്നു. ഈ ആക്രമണത്തിൽ വലിയ നഷ്ടങ്ങൾ പതിവ് പോലെ ഇസ്രായേലിനകത്തുണ്ടായി. തെക്കൻ ടെല്ലവീവിലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബ് പൂർണ്ണമായും തകർത്തു. പുതിയ ആക്രമണങ്ങൾക്ക് ഇറാൻ ഉപയോഗിക്കുന്നത് ഫത്താഹ്, അതുപോലെ തന്നെ ഹൊറേം ഷഹർ, അതുപോലെ ഇവിടെ ഹൈബർ ഷക്കാൻ തുടങ്ങിയ മിസൈലുകൾ. 1 ടൺ അതുപോലെ 2 ടൺ വാർഹെഡുകളാണ് ഈ മിസൈലുകളിൽ ഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രഹരശേഷി ഈ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഉണ്ടാകുന്നു. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളാണ്. ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ആക്രമണം തന്നെയാണ് ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് നേരെയും ഇന്നലെ വ്യാപകമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാഖിലെ ബഗ്ദാദിലുള്ള അമേരിക്കൻ നയതന്ത്ര കാര്യാലയത്തിനെതിരെ ഇറാഖിലെ ഇറാനെ പിന്തുണയ്ക്കുന്ന വിഭാഗം ആക്രമണം നടത്തി. അവിടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വീരവാദം മുഴക്കിയിരുന്നു. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾക്ക് പോകാം, ചരക്ക് കപ്പലുകൾക്ക് പോകാം, അതുവഴി പോകുന്ന കപ്പലുകൾക്ക് അമേരിക്ക അകമ്പടി സേവിക്കും, വേണ്ട പിന്തുണ കൊടുക്കും എന്നൊക്കെയുള്ള ഒരു വീരവാദമായിരുന്നു മുഴക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ട്രംപിന്റെ ഈ വീരവാദവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ നാവികസേന ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് ആ വഴിക്ക് പോകാൻ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കയറി ഏൽക്കരുത്. കാരണം ഇവിടെ ലോകത്തുള്ള ഒരുപാട് ഷിപ്പിംഗ് കമ്പനികൾ അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതുവഴി പോകണം, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം തരണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് അവർ ഉന്നയിച്ചത്. ഈ ആളുകൾ കൂട്ടത്തോടു കൂടി വന്ന് സംരക്ഷണം തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അമേരിക്കൻ നാവികസേന പറയുന്നത് കഴിയില്ല, അത് എളുപ്പമല്ല, ആ വഴി അപകടമാണ് എന്ന കാര്യം. ഏതായാലും ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ചില ആളുകൾക്ക് കടന്നു പോകാം എന്ന് ഇറാൻ പറയുന്നുണ്ട്. അത് എത്തരത്തിലുള്ള ആളുകൾക്കാണ് എന്നുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ അംബാസിഡർമാരെ പിടിച്ച് പുറത്താക്കണം, എംബസി പൂട്ടണം. അങ്ങനെയാണെങ്കിൽ അതുവഴി കടന്നു പോകാനുള്ള സൗകര്യം ആ രാജ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം ലോകത്തെ ബാധിക്കും, ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ തകിടം മറിക്കും എന്നൊക്കെ പലരും ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. അതുകൂടെ ഇപ്പോൾ സംഭവിച്ചു. ലോകത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാതെ പ്രതിരോധത്തിലേക്കും പോയി. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ ട്രംപിനെതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മുടെ രാജ്യത്തും ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കാൻ തുടങ്ങി. ഗൾഫ് മേഖലയിൽ നിന്നുള്ള വരുമാനവും അതുപോലെ തന്നെ നാട്ടിലേക്ക് വരേണ്ട ആളുകൾക്ക് വരാൻ കഴിയാത്തതും ഒക്കെ ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ, നമ്മുടെ രാജ്യത്തും ഹോട്ടലുകൾ അടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വാണിജ്യ സിലിണ്ടർ കിട്ടാനില്ല. മുംബൈയിലൊക്കെ 20% ഹോട്ടലുകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. കേരളത്തിലും ഇപ്പോൾ ഹോട്ടലുകൾ അടക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ചില ഹോട്ടൽ ഉടമകളെ വിളിച്ചപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഗ്യാസ് ഇല്ല. കാരണം ഇവിടെ ഒരു സിലിണ്ടർ വാങ്ങിച്ചാൽ അവർക്ക് 1-2 ദിവസം മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ കിട്ടാനില്ല. ഗാർഹിക സിലിണ്ടറും ഏകദേശം ഒരാഴ്ച കൂടെ കിട്ടും. അത് കഴിഞ്ഞാൽ അതും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലോകത്തെ മുഴുവൻ ഈ യുദ്ധം ബാധിച്ചു. ലോകം മുഴുവൻ ബാധിക്കുന്ന രീതിയിലുള്ള ചില നിയന്ത്രണങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കൊണ്ടുവന്നു. ആ നിയന്ത്രണത്തെ മറികടക്കാൻ കഴിയുമെന്ന് പറഞ്ഞ അമേരിക്ക തൽക്കാലം മാളത്തിലൊടിച്ചു. അവിടെയും പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാനിലെ റഷ്യൻ കോൺസുലേറ്റിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം. കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ ഇവിടെ ഇറാനെ വ്യാപകമായി സഹായിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് രഹസ്യ അറകൾ എവിടെയൊക്കെയുണ്ട്. ഇസ്രായേലിനകത്തെ ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിവിൽ പോകുന്ന രഹസ്യ ഭൂഗർഭ അറകൾ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇറാന് ചോർത്തിക്കൊടുത്തത് റഷ്യയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലെ അമേരിക്കയുടെ നീക്കം, അവരുടെ സൈനിക താവളങ്ങൾ എവിടെയൊക്കെ അവരുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, ഇതൊക്കെ റഷ്യയാണ് ഇറാന് കൊടുക്കുന്നത് എന്ന് അമേരിക്കൻ ഇന്റലിജൻസും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ റഷ്യക്കെതിരെ ആദ്യമായ ഒരു ആക്രമണം റഷ്യൻ കോൺസുലേറ്റിന് നേരെ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇനി റഷ്യ ഏത് രീതിയിലാണ് ഈ ഒരു ആക്രമണത്തോട് പ്രതികരിക്കുക എന്നുള്ളത് പറയാൻ കഴിയില്ല. നിലവിൽ ഇറാനെ സഹായിക്കുന്നുണ്ടെങ്കിലും സമാധാനം എന്നുള്ള ഒരു വാക്ക് റഷ്യയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഇനി അവർക്കൂടെ തൽക്കാലം ഒരു കൈ നോക്കാം എന്ന രീതിയിൽ ഇറങ്ങുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും വെള്ളം കുടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.